ഹലോ അപ്പം എന്ന് വന്നിരിക്കുന്നത് 7 സിനിമകളുടെ കളക്ഷൻ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ്. ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിറ്റി ചാനൽ. എന്തായാലും ഇപ്രാവശ്യം തമിഴുണ്ട്, അതുപോലെ തന്നെ മലയാളം ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ എന്ന കമന്റ് ആണ്, പറഞ്ഞിട്ട് വേഗം പോകാനുണ്ടോ, എന്തുവാടേ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ നമുക്ക് പതുക്കെ സംസാരിക്കാം. ആദ്യ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ തമിഴ് സിനിമയാണ്. കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമ 12 ദിവസം കൊണ്ട് 97 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ നിലവിൽ സിനിമ 12 ദിവസം കൊണ്ട് 50 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 53 കോടി കാണാൻ സാധിക്കും നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ. തമിഴ്നാട്ടിലൊക്കെ നല്ലൊരു ഫീൽ ഔട്ട് സിനിമയാണ്, പക്ഷേ കേരളത്തിലെ സിനിമയ്ക്ക് ഇപ്പോഴും 1 കോടി കാണാൻ സാധിക്കത്തില്ല. കാരണം മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പടത്തിന് നല്ല സ്ക്രീൻ കൗണ്ട് കേരളത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ. അടുത്ത മാർവലിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ കിഡിലൻ സിനിമയാണ് നമ്മുടെ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ നിലവിലെ 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 1 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ 1 കോടി 3 ലക്ഷമാണ് സിനിമയുടെ നിലവിലെ 12 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആസിഫ് അലിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു ഫീൽ ഗുഡ് സിനിമയാണ്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ അടിപൊളിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഓരോ സിനിമ നോക്കുകയാണെങ്കിൽ. പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്ന സർക്കിട്ട് എന്നാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക പടത്തിന്റെ അഭിപ്രായങ്ങൾ. 1 കോടി 46 ലക്ഷമാണ് സിനിമ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഒരു കിഡിലൻ ഹോൾഡ് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് കളക്ഷൻ കാണുന്നുണ്ട് ചെറുങ്ങനെയായിട്ട്. അടുത്തത് ഷർഫുദ്ദീനും അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറൻമൂട് അഭിനയിച്ച നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. സിനിമ ഒരു ഫാന്റസി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. തിയേറ്റർ റിലീസിന് വന്നിട്ട് 5 ദിവസമായിരിക്കുകയാണ്. നമ്മുടെ സർക്കിട്ടിന്റെ കൂടെയായിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. പടക്കളം സിനിമ നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് 2 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 2 കോടി 58 ലക്ഷമാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം നിലവിൽ കംപ്ലീറ്റ് ആയി എടുത്തിരിക്കുന്നത്. അടുത്ത ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ. ഫീൽ ഗുഡ് സിനിമ എന്നാണ് പലരും സിനിമ കണ്ടവർ പറയുന്നത്. എന്തായാലും പടത്തിന്റെ സക്സസ് ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലറും പുറത്തിറങ്ങിയിരിക്കുകയാണ്. 4.30 കോടിയാണ് സിനിമ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. നല്ലൊരു കളക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. അങ്ങനെ തുടരും സിനിമയ്ക്ക് ശേഷം മലയാളികൾ ഏറ്റെടുക്കുകയാണോ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. നമ്മുടെ ആലപ്പുഴ ജിംഖാന സിനിമേന്റെ 33 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഇപ്പോഴും സിനിമ പല തിയേറ്ററുകളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നെസ്ലിന്റെ ആലപ്പുഴ ജിംഖാന വിഷുവിന്റെ അന്ന് റിലീസിന് വന്ന സിനിമയാണ്. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. എന്തായാലും സിനിമ ഉടൻ തന്നെ OTT റിലീസിന് പോകുമെന്നാണ് നമുക്ക് എക്സ്പെക്ടേഷൻ കാണാൻ സാധിക്കുന്നത്. 38.41 കോടിയാണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ. സിനിമ ഫൈനൽ റണ്ണിങ്ങിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നമ്മുടെ ലാലേട്ടന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ ഗ്രോസിംഗ് കളക്ഷൻ നേടിയെടുത്ത ഒരു സിനിമയാണ് നമ്മുടെ ലാലേട്ടന്റെ ഈ വർഷത്തെ കേരള ബോക്സ് ഓഫീസിൽ. കാരണം സുഡരം സിനിമ ഓൾമോസ്റ്റ് നിലവിലെ 97 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ മാത്രമായിട്ട്. 97.70 ലക്ഷമാണ് സിനിമ നിലവിലെ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. സിനിമ അങ്ങനെ ഒഫീഷ്യലായിട്ട് 100 കോടിയിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട്. സിനിമയുടെ 100 കോടി പോസ്റ്റർ സിനിമയുടെ ടീം കുറച്ച് നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും ആയിട്ടില്ല, പക്ഷെ അവര് വേഗം ഒന്ന് പുറത്തുവിട്ടതാണ് അവരുടെ ടിപ്പിക്കൽ സ്ട്രാറ്റജി, ഈ ബിസിനസ് സ്ട്രാറ്റജി. എന്തായാലും അത് നല്ല 8 നിലയിൽ പാളിപ്പോയിട്ടുണ്ട്. എന്തായാലും ഒഫീഷ്യലായ 100 കോടി ഇന്നായിരിക്കും അല്ലെങ്കിൽ നാളെ ആയിട്ടായിരിക്കും സിനിമ ഒഫീഷ്യലായിട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത് കളക്ഷന്റെ കാര്യത്തിൽ. അങ്ങനെ മലയാളത്തിലെ ആദ്യ 100 കോടി സിനിമ വരികയാണ് കേരള ബോക്സ് ഓഫീസ് മാത്രമായിട്ട്. ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കൺബോക്സ് ചെയ്യപ്പെടുക. ഇപ്രാവശ്യം സ്ലോ ആണോ അതോ സ്പീഡ് ആണോ എന്ന് കൺബോക്സ് ചെയ്യപ്പെടുക എന്നത് യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിറ്റി ചാനൽ.